മാർക്കറ്റിൽ 30 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 25 രൂപയ്ക്ക് ഇവിടെ കൊടുക്കും. അത് ശരി, കൃഷിക്കാർക്ക്. അപ്പൊ ഇവിടെ തോട്ടത്തിൽ കൊടുക്കും. പിന്നെ ആവശ്യക്കാർക്ക് നമ്മൾ ടൗണിൽ കൊണ്ടു കൊടുക്കും. പക്ഷേ എപ്പോഴും 5 രൂപ കുറച്ചേ നമ്മൾ കൊടുക്കുള്ളൂ. അത് ശരി. പയറുണ്ടല്ലേ? പന്തലം കയറ്റാനുണ്ട്. അവിടെ കുറച്ചുള്ളൂ. കപ്പയാണ് കൂടുതൽ. അതെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ NR സിറ്റിയിൽ രാജൻ ചേട്ടൻ്റെ അടുത്താണ്. രാജൻ ചേട്ടൻ ഒരു സംരംഭകനായിരുന്നു. ഇപ്പോൾ കൃഷിയിലേക്ക് ഏതാണ്ട് പൂർണ്ണ സമയവും കടന്നു കഴിഞ്ഞു. രാജൻ ചേട്ടൻ എന്തൊക്കെയാണ് കൃഷികളുള്ളത്? കൃഷി ഇപ്പോൾ മട്ട ഉണ്ട്, പിന്നെ ബീൻസ് നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ബീൻസ് എന്ന് പറയുമ്പോൾ ഈ വള്ളി ബീൻസ്, കമ്പേ കയറുന്ന ബീൻസ്. പിന്നെ കപ്പ, പ്രധാനമായിട്ടും കപ്പയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ജൂൺ മാസം മുതൽ പറിച്ചു കൊടുക്കാവുന്ന രീതിയിൽ ആണിപ്പോൾ നമ്മൾ കപ്പ കൃഷി ചെയ്തിരിക്കുന്നത്. ഏതെല്ലാം ഇനം കപ്പയുണ്ട് ഇതിനകത്ത് രാമൻ കപ്പയുണ്ട്, പിന്നെ ഏത്തക്കപ്പ നമ്മുടെ പഴയൊരു ബ്രാൻഡ് തന്നെയാണ്. അതെ. അതിന്റെ ഉള്ളു മഞ്ഞ നിറമായിരിക്കും. രാമൻ കപ്പ ആണ് വിളവ് കൂടുതൽ. പക്ഷെ ഏത്തക്കപ്പയും വിളവിൽ മോശമൊന്നുമില്ല, അല്പം വലിപ്പം കൂടുതൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കാണുന്ന അടുത്ത് കാണുന്ന ഇത് ഏത്തക്കപ്പ ഇങ്ങനെ പ്രായമായി വരുന്നതേ ഉള്ളൂ. അതിലും കുറച്ചുകൂടി മൂപ്പത്തി രാമൻ കപ്പ. അതെ. ഇത് നമ്മള് ഒരു 2 മാസത്തെ ഇടവ വിട്ടാണ് നട്ടിരിക്കുന്നത്. കാരണം വലിയ കപ്പ നമ്മൾ ആദ്യം പറിക്കാൻ തുടങ്ങും. നമ്മുടെ ഈ വിൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റിൽ 30 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 25 രൂപയ്ക്ക് ഇവിടെ കൊടുക്കും. അത് ശരി, കൃഷിക്കാർക്ക്. അപ്പൊ ഇവിടെ തോട്ടത്തിൽ കൊടുക്കും. പിന്നെ ആവശ്യക്കാർക്ക് നമ്മൾ ടൗണിൽ കൊണ്ടു കൊടുക്കും. പക്ഷേ എപ്പോഴും 5 രൂപ കുറച്ചേ നമ്മൾ കൊടുക്കുള്ളൂ. അത് ശരി. തൂക്കവും കൂടുതൽ കൊടുക്കും. കപ്പ കൃഷി എത്ര നാളായി നടത്തും? കപ്പ കൃഷി ഇപ്പൊ ഇത് 2ാമത്തെ വർഷം. അത് ശരി. ഈ കപ്പ കൃഷിയിടത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തണ്ടായിരിക്കണം. ഈ നടുമ്പോ കേടുണ്ടാവും. കേട് എല്ലാം മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് മുളപ്പിച്ചെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഈ വാരം മാടിയാണോ അങ്ങ് നടാറ്, അല്ലെങ്കിൽ വാരമായിട്ടും വാരം നല്ലത്. പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം 2-3 പ്രാവശ്യം വളം കൊടുക്കും. ചാണക നീരാണ് കൊടുക്കുന്നത് കൂടുതലായിട്ട്, രാസവളം പേരിന്. പിന്നെ ഈ ചാണകനീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ജൈവവളമാണല്ലോ. അപ്പൊ ഈ ജൈവവളം കൂടുതൽ കൊടുക്കുവാണെങ്കിൽ കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പൊ എത്ര വളപ്രയോഗം നമ്മൾ ചെയ്യേണ്ടി? ഒരു 3 വളപ്രയോഗം നമ്മൾ ചെയ്യാറുണ്ട്. ഇതിപ്പോ ഈ കൃഷിയിടത്തില് എത്രത്തോളം ഏരിയയിൽ കപ്പയുണ്ട്? ഇപ്പൊ 1.25 ഏക്കർ. 1.25 ഏക്കർ. അതെ. അപ്പൊ കപ്പ, പച്ചക്കറികൾ എല്ലാം കൂടിയിട്ട് സമ്മിശ്രമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയിടമാണ്. അതെ. അപ്പൊ ഇവിടെ തന്നെ ആളുകൾ വന്ന് വാങ്ങാറുണ്ടോ കപ്പ? മുൻകാലങ്ങളിലൊക്കെ ഇവിടെ തന്നെയാ വന്ന് വാങ്ങുന്നത്. മാർക്കറ്റ് 5 രൂപ കുറഞ്ഞു കിട്ടുന്നത് തന്നെയല്ല, ഞങ്ങൾ അങ്ങോട്ട് നല്ല ഡീലിങ്സ് ആയിരിക്കും. തൂക്കമൊക്കെ ഇത്തിരി കൂടുതൽ കൊടുക്കും. കടക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം നമ്മളിവിടെ നിന്ന് വാങ്ങുന്നതാണ്. അതെ. പിന്നെ ടേസ്റ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കപ്പയാണ്. ഏത്തക്കപ്പയാണെങ്കിലും രാമൻ കപ്പയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള അല്ലേ? അതെ. ഇതിപ്പോ ഏത്തക്കപ്പ നട്ടിട്ട് എത്ര നാളായി? ഏത്തക്ക ഇതിപ്പോ ഒരു 3.5 മാസം 4 മാസം താഴെ ആയുള്ളൂ. അതോ രാമൻ കപ്പയോ? അല്ല, അത് രണ്ടും ഒരാഴ്ച എന്ന് പറയാം. ഒരാഴ്ച അത്രേ ഉള്ളൂ. ഇതാണ് അല്പം താമസം വന്നത്. ഇതാണ് ഈ താഴെ കാണുന്ന ചെറിയ കപ്പയാണ്. അല്ല, ഇതുപോലെ തന്നെ ഇതിനേക്കാൾ അല്പം മുഴുത്ത കപ്പ അവിടെ ഉണ്ട്. ശരി. അപ്പൊ 1.5 ഏക്കർ സ്ഥലത്തുണ്ട് കപ്പ കൃഷി. ഇത് സ്ഥലം NR സിറ്റി അല്ലേ? NR സിറ്റിയിലെ താഴ്വാരത്ത് പാതയോരത്ത് ഒരു NR സിറ്റിയിലെ പാടശേഖരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ നെൽകൃഷി. ഇവിടെയൊക്കെ എന്നാ കൃഷിയുള്ള സ്ഥലമായിരുന്നു അറിയോ? ശരി. ഇപ്പൊ കൃഷി നഷ്ടമാണ്. പക്ഷെ കൃഷി നന്നായിട്ട് ചെയ്യാൻ ആളുമില്ല. കാട്ടുമൃഗശല്യം ഉണ്ടോ? ഇല്ല. എലിശല്യം ഉണ്ടോ? എലിയുണ്ട്, എലിയെ പിടിക്കും. അങ്ങനെ ഇന്നൊരു എലി വന്നാൽ അന്ന് ആ എലിയെ പിടിച്ചിരിക്കും. അത് ശരി. ഈ അടിച്ചിലുണ്ട് എലിക്ക്. പിന്നെ എലിപ്പെട്ടിയുണ്ട്. ശരി. അത് എലി പിടിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ മഹാമിടുക്കന്മാരാണ്. അത് ശരി. ഇത് എത്ര പേര് കൂടി അത് കൃഷി ചെയ്തേക്കുന്നത്? ഞങ്ങള് 4 പേരാണ് ജോലി ചെയ്യുന്നത്. സ്ഥലത്തിന്റെ ഉടമസ്ഥനും കൂടെ ഒരു ഷെയർ കൊടുക്കും. ശരി. അങ്ങനെ 5 പേര്. അപ്പൊ ഒരു കൂട്ടുകൃഷിയാണെന്ന് പറയാം. കൂട്ടുകൃഷിയാണ്. കൂടെ ഉള്ളവരായിരിക്കാ? കൂടെ ഉള്ളവരെ ഒരു ബിനോയി, പിന്നെ ഒരു സണ്ണി, പിന്നെ ഒരു സിബി. അവർ 3 പേര് എന്റെ തൊട്ടയൽക്കാരാണ്. പിന്നെ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ തുളസി എന്ന് പറയും. അത് ശരി. എന്തായാലും NR സിറ്റിയിലെ കപ്പ കൃഷിയിടം എന്തായാലും ഈ കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞു. കാർഷിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് ഇദ്ദേഹം തെളിയിക്കുകയാണ്.
NRCT ചേനയൊക്കെ വിത്തൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കാം. ശരി. 60 രൂപ വിലക്ക് ചേന വിത്തൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കാം. ഇവിടെ കൃഷി ചെയ്യാനായിട്ട്. നമുക്ക് ആ മത്ത ഒന്നുകൂടി കാണാം. എന്താ ചേട്ടാ ഈ മത്തയുടെ പ്രത്യേകത? മത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി വലിപ്പമാകുന്നതല്ല. പിന്നെ നമ്മൾ ആദ്യം നട്ടതായ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഹൈബ്രിഡ് മത്തങ്ങ എന്നാണ് ഇതിന് കടക്കാർ പറയുന്നത്. അപ്പൊ നമ്മൾ കടയിൽ നിന്നാണല്ലോ വാങ്ങുന്നത്. നട്ടിട്ട് എത്ര നാളായി? ഇത് 2 മാസത്തേക്കുള്ളായിട്ടില്ല. 2 മാസത്തേക്കുള്ളായിട്ടില്ല. എന്നാൽ വിളവിന്റെ ലക്ഷണം കാണിക്കുന്നുണ്ട്. കാരണം ഈ ആദ്യം ഉണ്ടാകുമ്പോ ഈ വെള്ള നിറം വരുന്നില്ല ഇതില്, ഇങ്ങനെ ലൈൻ പോലെ. ഇത് മൂത്ത് വരുമ്പോഴാണ് ഈ ലൈൻ പോലെ വെള്ള നിറം കാണുന്നത്. ശരി. അപ്പൊ ഇങ്ങനെയാ ഉണ്ടാവുന്നേ, മഞ്ഞ നിറത്തില്. പക്ഷെ അതിന് വരയൊന്നുമില്ല. അത് വലുതാകുമ്പോഴാണ് ഇങ്ങനെ വരവരയായിട്ട് മാറും, മഞ്ഞ നിറം കൂടും. അത് ശരി.